ബാബു കരിയാട്ട്. പുള്ളി ഭയങ്കര വിലയാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ എനിക്കൊരു ഓഫീസ് വേണം, പിന്നെ ഒരു ചാനലിൻ്റെ ഓഫീസ് കാണിക്കേണ്ട ഓഫീസ് വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഷൈജനും മത്സരം മണിച്ചിട്ട് ഇങ്ങനെ ഒരു ആളുണ്ട്. അപ്പോൾ എനിക്കറിയാം ആളുടെ ഓഫീസ് ഇതിനെ പറ്റിയതാന്ന് പറഞ്ഞു. നമ്മൾ സമ്മതിക്കുമോ, പോവാ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ കൊള്ളാം, 3-4 കമ്പ്യൂട്ടറുണ്ട്, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചാനലിൻ്റെ ഓഫീസായിട്ട് ഞാൻ പോകാനാണ്. അല്ലടാ എന്തുകൊണ്ട് ചെയ്തോ, ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചു. ഇറങ്ങി പോകാനല്ല, എന്തുകൊണ്ട് ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമായി, കാരണം ഒരു ഓഫീസ് നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വാചാട്ടാ ഇതിലൊരു ക്യാരക്ടർ ചെയ്യണം. അതെല്ലാം ചെയ്യണം. എന്ത് സംഭവം എന്താ, അങ്ങനെ പൊക്കണ സീനൊന്നുമില്ല, അത് കഴിഞ്ഞു പോയി. ഇത് വേറൊരു സംഭവമുണ്ട്, ഇതിലൊരു ചാനലിൻ്റെ ഒരു ഓഫീസറായിട്ടൊരു സംഭവമുണ്ട്. ഡയലോഗ് ഉണ്ട്. അപ്പോൾ സാധനം എഴുതി അത് പുള്ളിയെ കൊടുത്ത്. അപ്പോൾ പുള്ളി ഞാൻ ഒന്ന് വിളിച്ചോട്ടെ വാചേട്ടാ ഒരു മിനിറ്റ്. അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ. പുള്ളി കാണൂട്ടിലോട്ടെ ഭയങ്കരമാണ്. ഞാൻ ഇന്നെനിക്ക് മനസ്സിലായി, ഇത്ര ഭയങ്കര എനിക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ ഇത്ര ഭയങ്കരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാണ് വായിച്ചേട്ടൻ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഓഫീസ് അങ്ങനെ തന്ന് ഒന്നും ഇത് നിങ്ങൾ അങ്ങാട് നീക്കി ഇങ്ങാട് നീക്കി, അതൊക്കെ വലിയൊരു കാര്യമുണ്ട്. ഞാൻ നന്ദിയോടെ കാണുകയാണ്. തന്നില്ല അങ്ങടാ, അത് ശരി, തല്ലും കൊള്ളും കാശും വേണോ? അപ്പോൾ ഭക്ഷണം എന്തായാലും ഞങ്ങൾക്ക് അന്നത്തെ ഭക്ഷണമൊക്കെ മേടിച്ച് തന്ന്, കാരണം ഇനിയും വരാട്ടാ ഷൂട്ട് ചെയ്യാനായിട്ട്. അച്ഛനെ എന്തെങ്കിലും അങ്ങനെ ഷോർട്ട് ഫിലിം കുറിച്ച് കണ്ടിരുന്നതിൽ പറയാം. ഞാൻ പറയണ കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വേണം. അത് നേരത്തെ തമാശ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പോൾ എനിക്ക് 50 വയസ്സായി, കഴിഞ്ഞ മെയ് 20 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 50 വയസ്സായി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും തന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ അങ്ങനെ പോസ്റ്റ് ചെയ്തേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരു ടെലിഫിലിമിൽ അഭിനയിക്കാനും ഒക്കെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പണ്ട് ജനസേവ ശിശുഭവനിൽ ജോസ് മാവലി സാർ ഒരു ടെലിഫിലിം പിടിച്ചു, എന്നെ നിർബന്ധിച്ച് ഭീമൻ രഘു ഒക്കെ ആയിട്ട് അഭിനയിച്ചൊരു വ്യക്തിയാണ്. ജോസ് മാവലിയുടെ പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ അത് എല്ലാ സ്കൂളുകളിലും ഫ്രീ ആയിട്ട് ലീമേഡിയനിലാണ് അതിൻ്റെ ഇനാഗുറേഷൻ. യേശുദാസൊക്കെ വന്ന് യേശുദാസിനൊക്കെ എതിരിരുന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗം പുള്ളിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചു ഒരു ദിവസം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരുമിച്ചൊരു കൂട്ടായ്മ ഷൈജു, വത്സരാജ്, നമ്മൾ സ്വഭാവങ്ങളിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് പലരുടെ. അപ്പം നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സമയം 80, 100 അങ്ങനെയൊക്കെ. അപ്പോൾ അതിവിടം വരെ എത്തി, നിസ്സാരമില്ല. നിങ്ങളൊരുമിച്ചൊരു ടെലിഫിലിം പിടിച്ചു. എനിക്ക് തമാശയായിട്ട് തോന്നിയത്, കാരണം ഇത് എന്ത് പറ്റി, വെള്ളം കുടിച്ചിട്ട് പിറ്റത്തെ ദിവസം ഉണ്ടായ ബോധോദയം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അത് സമൂഹത്തിൽ അത് സ്പ്രെഡാവും ഈ സാധനം. അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ ഇന്നലെ വരെ എൻ്റെ ആരും ഇല്ലായിരുന്നു, ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്തല്ല, എൻ്റെ പെങ്ങൾ ശിശിരയിൽ അഭിനയിച്ച് എൻ്റെ ആ 2-3 ഇത് എൻ്റെ മനസ്സിനെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് കരഞ്ഞില്ല, ഹാവൂ എന്ന് കരഞ്ഞില്ല എന്നുള്ളൂ, പക്ഷേ മനസ്സ് കറിഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അടുത്തൊരു ടെലിഫിലിം അത് നിങ്ങളുടെ ഷെയറിൻ്റെ പോലെ ഞാനും അതിന് ഷെയർ തരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് എഴുതി, എൻ്റെ പേര് സനയെ അഭിനയിപ്പിക്കണം, കാരണം ഐശ്വര്യമുള്ള ആൾക്കാർ കൂടി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈ പുലിമുരുകൻ സിനിമയിലെ ശുഭിച്ചേട്ടൻ വന്നു, ആളെ കണ്ടു കഴിഞ്ഞാൽ സീരിയസ് ആണെങ്കിൽ ഞാൻ വളരെ സീരിയസാണ്, പക്ഷേ ഈ സീരിയസ്നെസ് കൊണ്ടൊന്നും ഈ സമൂഹത്തിൽ നേടാനില്ല. അപ്പോൾ ഞാൻ തമാശ കുറേ, എൻ്റെ തമാശ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ടെലിഫിലിം പിടിക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ശുഭിച്ചേട്ടൻ റെഡിയാക്കിക്കോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്രിപ്റ്റ് വേറെ, ബാബു കരിയാട് ആരെന്ന് ഈ സമൂഹം അറിയണം. അപ്പം എൻ്റെ എന്ത് പരിപാടി, ഇപ്പോൾ സുരേഷ് ഗോപി എന്ന പരിപാടിക്ക് വീഡിയോഗ്രാഫർ ഏർപ്പാട് ലൈവ് പോയി, പക്ഷേ സാധനമൊന്നും സമൂഹത്തിൽ സ്പ്രെഡായില്ല. അപ്പം ഞാൻ ഇന്ന് എൻ്റെ 10,000 മുടക്കി തൃപ്പൂണിത്തുറ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തേ, അത് സമൂഹത്തിൽ സ്പ്രെഡാവും. അപ്പോൾ യൂട്യൂബിൽ എൻ്റെ 2-3 പാട്ട്, വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട്, എനിക്ക് വേണ്ടിയൊക്കെ പാടിയ പാട്ടൊക്കെ ബാബു കരിയാടിനെ അടിച്ച് 2-3 വരും. പക്ഷേ ഈ സാധനമൊക്കെ ഗുണം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ഈ നടന്ന ഇനാഗുറേഷൻ ശുഭിച്ചേട്ടാ നിസ്സാരമല്ലത്, അത് കാവിലമ്മ ഭഗവതി നിങ്ങൾക്ക് വേണ്ടി തന്ന അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്. കാരണം നമ്മൾ ഒരു കാരണവശാലും ഇത് എൻ്റെ അടുത്ത് സ്റ്റുഡിയോ ബുക്ക് ചെയ്യാൻ പറഞ്ഞു, മറ്റത് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഏകദേശം 70,000 കൂടുതൽ ചിലവ് വരും, നിസ്സാര കാര്യമാണ്. അപ്പോൾ ശുഭിച്ചേട്ടനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും, ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് രക്ഷിച്ചിട്ടാ, നമ്മൾ തുടങ്ങിയത് കാവൽമേട് നടന്നതിലും ഓൾറെഡി സ്വിച്ച് ഓൺ ക്യാമറ നമ്മളിപ്പോൾ ടെലിഫിലിം പൂജ തുടങ്ങിയതും കാവൽമേട് നടയിൽ നിന്നാണ്. ഇന്ന് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തതും കാവൽമേട് നടയിൽ വെച്ചില്ല, രണ്ടും അവിടെ വെച്ച് തന്നെയാണ് ചെയ്തത്. അതിലൊരു ഭാഗ്യം നമുക്ക് ഈ ടെലിഫിലിമിന് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മുന്നേറ്റം വേണം, ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു തോന്നി കാണിച്ചാൽ ഒരാൾ പോലും ഇത് കണ്ടിട്ട് ഒരു മോശം പറഞ്ഞില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് കൊണ്ട് പറഞ്ഞതല്ല, പെട്ടെന്ന് തീർന്നു എന്നും മാത്രം പരാതി പറഞ്ഞു. കാരണം 18 മിനിറ്റ് ഉണ്ട്, 18 മിനിറ്റൊക്കെ ഒരു ഷോർട്ട് ഫിലിമുകൾ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ്. അത് അത്രയും നേരം കണ്ടിരിക്കില്ല. 8 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം മാത്രമേ കണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വേറെ വലിയ ഹൈ ആയിരിക്കണം, വലിയ ബഡ്ജറ്റിലേക്ക് ചെയ്തൊക്കെ മൊത്തം കണ്ടിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് തീർന്നു പോയി എന്നൊരു കംപ്ലൈൻറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ആരും പറ്റില്ല. അത് അതൊക്കെ നിങ്ങളുടെ എല്ലാം ഭാവിച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടായ്മ കൊണ്ടും ആ ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഒരുക്കി തന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്ന്